ഇനി നിങ്ങൾ കോൺക്രീറ്റ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ എഞ്ചിനീയറിനോട് ഏത് ഗ്രേഡുകൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിതരാകും. വീഡിയോയിൽ നടക്കുമ്പോൾ റെഡിമിക്സ് കോൺക്രീറ്റ് ഉപയോഗിക്കാൻ നിങ്ങളുടെ കോൺട്രാക്ടർ ആവശ്യപ്പെടാറുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. M10, M15, M20, M25, M30 ഇങ്ങനെയുള്ള പലതരം ഗ്രേഡുകളാണുള്ളത്. ഓരോ ഗ്രേഡുകളിലും വ്യത്യസ്തമായ റേറ്റുകളാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞവയിൽ M30ക്ക് കൂടുതൽ കരുത്തും കൂടുതൽ വിലയും, M10ന് കുറഞ്ഞ കരുത്തും കുറഞ്ഞ വിലയുമാണുള്ളത്. ഹൈറൈസ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിന് ലോഡ് കൂടുതലായതിനാൽ M30 പോലുള്ള ശക്തമായ കോൺക്രീറ്റുകൾ ഉപയോഗിക്കാം. സാധാരണയായിട്ട് റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്ക് നമ്മൾ കൂടുതലായി യൂസ് ചെയ്യുന്നത് M20, M25 പോലുള്ള ഗ്രേഡുകളാണ്. അതിൽ തന്നെ ബീം, കോളം എന്നിങ്ങനെ വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ M25 ആണ് യൂസ് ചെയ്യാറുള്ളത്. M10, M15 എന്നീ ഗ്രേഡുകൾ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഗ്രൗണ്ട് ഫില്ലിങ്ങിനും ഫ്ലോർ കോൺക്രീറ്റിനുമാണ്. ഇത് കമ്പാരിറ്റീവ്ലി റേറ്റും കുറവാണ്, സ്ട്രെങ്തും കുറവാണ്. ഇനി നിങ്ങൾ റെഡിമിക്സ് കോൺക്രീറ്റ് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഏത് ഗ്രേഡ് കോൺക്രീറ്റ് ആണ് പർച്ചേസ് ചെയ്യുന്നത് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. കൃത്യമായ മാർക്കറ്റ് റേറ്റിൽ തന്നെ നിങ്ങൾ കോൺക്രീറ്റ് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ വഞ്ചിതരാകരുത്. കൂടുതൽ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് വീഡിയോസിനായി നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.